എന്റെ മാളൂന് എന്റെ മാളൂന്റെ പൂ പോലുള്ള കയ്യിൽ റോപ്പ് വെച്ച് പരിഞ്ഞു മുറിച്ച് കെട്ടിയത് നീയാണോ റാസ്കലേ? എന്റെ മാളൂന്റെ പരിശുദ്ധമായ ഈ ബോഡിയിൽ ചാക്കിട്ട് മുടിയത് നീലടാ പട്ടി. രാമനോടി സാറേ, ശരിക്കും എന്താ പ്രശ്നം? അല്ല, ഇതല്ലേ കല്യാണ പെണ്ണ്? ഉണ്ടാ കല്യാണ പെണ്ണ് ഇതേ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. ഞാൻ കെട്ടാൻ നേരത്തെ അവള് കല്യാണ പെണ്ണ. അവള് മനസ്സിലായ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത പെണ്ണും പിള്ളേക്കാണ് ആണാടിന്റെ വാരിയല് വെട്ടി ബിരിയാണി ഉണ്ടാക്കി ഉരുട്ടി കുത്തി കയറ്റി കൊടുത്തത്. അത് ശരി. അപ്പോ അമ്മൂന് പകരം രാമനുണ്ണി തട്ടിക്കൊണ്ടുപോയത് മാളൂനെ ആയിരുന്നല്ലേ? സാറേ, എന്റെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അവളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും സാറേ. സുധയൊന്ന് സമാധാനപ്പെടും. മാളൂനൊന്നും സംഭവിക്കില്ല. അച്ഛാ, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? മുഹൂർത്തത്തിന് ഇനി അധിക സമയമില്ല. ആദ്യം കല്യാണം നടക്കണം. അതാ വേണ്ടത്. ഇല്ല, മാളു ഇല്ലാതെ ഈ വിവാഹം നടക്കില്ല. അയ്യോ ശരി, നീ എന്തായി കാണിക്കുന്നത്? അവിടെ ഇരിക്കെ. മാളുവിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ആരാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. ചടങ്ങിനിടയിൽ നിന്ന് ഇറങ്ങി പോകരുത്. അത് ദോഷമാണ്. എന്ത് ദോഷം സംഭവിച്ചാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. മാളുവിന്റെ ജീവൻ എനിക്ക് വലുത്. ശ്രീ, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കും മോനെ. മാളൂന് ഒന്നും സംഭവിക്കില്ല. അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. മാളൂന്റെ കാര്യത്തിൽ ശ്രീക്ക് ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല. രാമനുണ്ണിയുടെ കയ്യിൽ നിന്ന് മാളൂനെ ഞാൻ രക്ഷിച്ചുകൊണ്ടുവരും. മാളൂനെ സുരക്ഷിതയായി ശ്രീയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. എന്നിട്ട് മതി താലികെട്ട്. എന്താ പോരെ? മുഹൂർത്തം അവസാനിക്കാൻ ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. 1 മണിക്കൂർ ഉണ്ടല്ലോ. മാളൂനെ രക്ഷിക്കാൻ 1 മണിക്കൂർ തന്നെ ധാരാളം. തമ്പ്യാർ സാറേ, 1 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഹൂർത്ത സമയം കഴിയും. ഈ മുഹൂർത്തത്തിൽ നടന്നില്ലെങ്കിൽ ഇനി ഈ വിവാഹം നടക്കില്ല. രാജാ, അച്ഛാ, ഇനി ഒന്നും ആലോചിക്കാനില്ല. പോലീസിനെ വിളിക്ക്. വേണ്ട മുത്തച്ഛ, പോലീസിനൊന്നും വിളിക്കണ്ട. പോലീസിനെ വിളിക്കാതെ പിന്നെ? നേരത്തെ ആശാന്റി പറഞ്ഞില്ലേ, പോലീസിനെ അറിയിച്ചാലുള്ള കുഴപ്പം. മാളു ഇപ്പൊ പുത്തമ്പരിക്കൽ തറവാട്ടിലെ ഒരു അംഗത്തെ പോലെയാണല്ലോ. അതെ, മുഹൂർത്തം അവസാനിക്കാൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. പോലീസ് വിചാരിച്ചാൽ മാത്രമേ 1 മണിക്കൂറിനുള്ളിൽ രാമനുണ്ണിയുടെ കയ്യിൽ നിന്ന് മാളുവിനെ രക്ഷപ്പെടുത്തി ഇവിടെ എത്തിക്കാൻ കഴിയൂ. മാളു, അയ്യോ, എന്റെ മാളുവിന്റെ കൈകൾ ചുവന്ന് തടിച്ചിരിക്കുന്ന കണ്ടാ ഈ കെട്ടിപ്പായിക്കണം. കുമാരൻ, നീ ഒന്ന് അടങ്ങ്. മാമച്ചി നീ ഒരു വാക്കുമിണ്ടരുത്. എന്റെ മാളുവിന്റെ കയ്യിൽ കെട്ടഴിച്ചേ പറ്റുള്ളൂ. എടാ കുമാരെ, നീ അൽക്കുൽ താക്കല്ലേ? ദാണ്ട പെണ്ണുമ്പിള്ള മിണ്ടിപ്പോരു നിങ്ങള് കേട്ടോ. മാമച്ചി എന്നതാണ് ഇവരെ കുറിച്ച് തള്ളി വെച്ചത്. ഒടുക്കത്തെ ഡോണാണ്, ഭയങ്കര സ്കെച്ചാണ്. എന്നിട്ട് ഈ പെണ്ണുമ്പുള്ള ഒടുക്കത്തെ സ്കെച്ചിട്ട് കാണിച്ചു വെച്ചിട്ട് മണ്ണത്ര കണ്ട.
എന്റെ മാളു, മോളെ മാളു, ദാ ഞാൻ പറയുന്ന നീ ഒന്ന് സമാധാനമായിട്ട് കേക്ക്. എന്റെ മാളുവിനെ കെട്ടിപ്പാഴ്ചൂടണം. ഓ ഈ വെടലവാസുവിന്റെ കാര്യം. എന്റെ മാളു വാടിക്കൊഴഞ്ഞ് താടാ. എന്റെ മാളുവിന്റെ കയ്യിലെ കെട്ടയച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. എന്റെ ഈശ്വര, രാമനുണ്ണി സാറേ, ഈ വവ്വാലിനുണ്ടായവൻ പോലീസിനെ എങ്ങനെ വിളിച്ച അത് വലിയ പ്രശ്നമാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. ആ, താടേ, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. സകല എണ്ണത്തിനെ ഞാൻ അകത്താക്കും. എന്റെ മാളുവിന്റെ ദേഹത്തോട്ട ഒരുത്തനെ ഞാൻ വെറുതെ വിടൂല. പാവം എന്റെ കൊച്ച്, കിലോ കണക്കിന് ക്ലോറോഫോമല്ലേ എന്റെ കൊച്ചിന്റെ മൂക്കിൽ ഈ പിഴച്ച പെണ്ണുമുള്ള അടിച്ചു കയറ്റി കൊടുത്തത്. മോളെ മാളു, മാളു വേദനിക്കുന്നാടാ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ദാ കുമാരേ, നീ അത് കുടിച്ചേ. എനിക്കൊന്നും വേണ്ട. എടാ കുടിക്കടാ, നിന്റെ വിഷമം അങ്ങ് മാറട്ടെ. ആ കുടിക്ക്. ആ, എടാ കുടിക്കടാ, നിന്റെ വിഷമം അങ്ങ് മാറട്ടെ. ആ കുടിക്ക്. ഇനി നിനക്ക് പോലീസിനെ വിളിക്കണോ? വേണ്ട.